ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുമായി ബന്ധപ്പെട്ട ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വാക്മയ ചിത്രം തയ്യാറാക്കുക. അരയിൽ വീതിയുള്ള കരയോട് കൂടിയ കസവുമുണ്ട്. അതിനു മുകളിൽ മുറുക്കിക്കെട്ടിയ രണ്ടാമുണ്ട്. നെറ്റിയിലെ വിയർപ്പിൽ നനഞ്ഞു കുതിർന്ന ചന്ദനക്കുറി. കഴുത്തിൽ തിളങ്ങുന്ന മാലയിൽ തളിച്ച ലോക്കറ്റ് ആടിക്കളിക്കുന്നു. നിവർന്നതും കുനിഞ്ഞും നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും കൂട്ടുകാരെ പ്രോത്സാഹിപ്പിച്ച് ഇരു കൈകളിലുമുള്ള കോലുകളെ ചെണ്ടപ്പുറത്ത് മേളപ്പെരുപ്പം തീർത്ത് അയാൾ കാണികളെ ആവേശം കൊള്ളിക്കുന്നു. ഒരു ചെണ്ടക്കാരൻ്റെ വാക്മയ ചിത്രമാണ് നിങ്ങൾ വായിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കായിക താരത്തിൻ്റെയോ കഥാകാരൻ്റെയോ വാക്മയ ചിത്രം തയ്യാറാക്കുക. വാക്മയ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ചിട്ടുള്ള ആ എല്ലാ രൂപവും നമുക്ക് മനസ്സിൽ തെളിയണം. അത്തരത്തിലാണ് നമ്മൾ എഴുതേണ്ടത്, അഥവാ വർണ്ണന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു വാക്മയ ചിത്രം നോക്കാം. കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ചിട്ടുള്ളതാണ്. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല, കയ്യിൽ കാലൻകുട, മുഖത്തെ കുട്ടിത്തം മാറാത്ത ചിരി, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം കുറവ് എന്ന് വിളിച്ചോതുന്ന കണ്ണുകൾ, വെണ്മയുടെ പ്രതീകമായി വെളുത്ത താടി, ആ കറുത്ത കണ്ണട വെച്ച് എഴുതുന്നതോ കുട്ടികൾക്കുള്ള പ്രിയ കവിതകൾ. ഇതാണ് കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വാക്മയ ചിത്രം. ഇനി മറ്റൊരു ചോദ്യം നോക്കൂ. കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. ബാലലീല എന്ന ശീർഷകം ഈ കവിതയ്ക്ക് ഉചിതമാണോ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം കുട്ടികൾക്ക് അനുഭവവേദ്യമാക്കുന്ന കവിതയാണ് ബാലലീല. ബാലലീല എന്ന ശീർഷകത്തിലൂടെ കളിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ബാലാമണിയമ്മ സൂചന നൽകുന്നു. ബാലാവകാശത്തിൻ്റെ വിശാലമായ തലത്തിലാണ് ഈ കവിത നിലകൊള്ളുന്നത്. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക് കടക്കുന്ന കുട്ടി അമ്മയുടെ ചേലത്തുമ്പ് വിട്ടു സ്വതന്ത്രമായി കൂട്ടുകൂടി കളിക്കാൻ ആഗ്രഹിക്കും. മഴവെള്ളത്തിൽ കളിക്കാനും കളിവഞ്ചി ഒഴുക്കാനും മരത്തിൽ വലിഞ്ഞു കയറാനും ചളിയിൽ കിടന്നുരുളാനും അവർ ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ ഈ സ്വാതന്ത്ര്യബോധത്തെ കൃത്യമായി ആവിഷ്കരിക്കുന്നതിനാൽ ബാലലീല എന്ന ശീർഷകം തന്നെയാണ് ഈ കവിതയ്ക്ക് ഉചിതം. അപ്പോൾ ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ബാലലീല എന്ന കവിതയ്ക്ക് ഇത് ഔചിത്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. മറ്റൊരു ചോദ്യം, ബാലലീല എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നതാണ്. മാതൃത്വത്തിൻ്റെ ഭാവങ്ങൾ ലളിതമായി അവതരിപ്പിച്ച കവിത്രയാണ് ബാലമണിയമ്മ. ശൈശവ കൗതുകം ബാല്യത്തിലേക്ക് വഴിമാറുന്നതിനെ ലളിതമായി ഈ കവിതയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടികളുടെ സ്വാതന്ത്ര്യബോധം നമുക്ക് ഈ കവിതയിൽ കാണാം. ശൈശവത്തിൽ കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്ന പമ്പരവും പാവയും പോരാതെയായി എന്നും ഓലപ്പാമ്പിനെ കണ്ട് അമ്പരപ്പ് ഉണ്ടാകുന്നില്ല എന്നും കുട്ടികൾ പറയുന്നു. ശൈശവത്തിൽ അമ്മയുടെ പൂഞ്ചേരത്തുമ്പിലൊളിക്കുന്ന കുഞ്ഞ് ബാല്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ മഴ പെയ്യുന്ന മുറ്റത്ത് ഇറങ്ങാനും മരം കയറാനും തുടങ്ങുകയാണ്. കളിക്കാനായി കുട്ടി കൂട്ടുകാരെ വിളിക്കുകയാണ്. മുതിർന്നവരുടെ വിലക്കുകൾ മറികടന്നു വളരുമ്പോഴാണ് കുട്ടികൾ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുകരുന്നത്. മഴവെള്ളത്തിൽ കളിച്ചും കളിവഞ്ചി ഒഴുക്കിയും മരത്തിൽ വലിഞ്ഞു കയറിയും ചളിയിൽ നിന്നുരുണ്ടുമെല്ലാമാണ് അവർ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം നുകരുന്നത്. മഴവെള്ളത്തിൽ കളിച്ചും കളിവഞ്ചി ഒഴുക്കിയും മരത്തിൽ വലിഞ്ഞു കയറിയും ചളിയിൽ കിടന്നുരുണ്ടുമെല്ലാമാണ് അവർ ഈ മാധുര്യം ആസ്വദിക്കേണ്ടത് എന്ന് ബാലാമണിയമ്മ പറയുന്നു. മുതിർന്നവരുടെ അർത്ഥമില്ലാത്ത വിലക്കുകൾ ലംഘിച്ചുകൊണ്ടവർ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുകയാണ്. പൂക്കൾ ഇറഞ്ഞെടുത്ത് പരസ്പരം അഴിയുന്നതും മരത്തിൽ കയറുന്നതുമെല്ലാം പ്രകൃതിയെ അറിയാനുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്നു. ചവർപ്പും പുളിയും നിറഞ്ഞ ഇലഞ്ഞിക്കായി കൂട്ടുകാരുമായി ചേർന്ന് പറിച്ചു തിന്നുമ്പോൾ അവർക്ക് മാധുര്യമുള്ള മാമ്പഴമായി തീരുന്നു. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം കൂടിയാണ്. ബാലലീല എന്ന ശീർഷകത്തിലൂടെ കളിക്കാനുള്ള കുട്ടികളുടെ അവകാശത്തെക്കുറിച്ച് ബാലാമണിയമ്മ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ തലമുറ ആ ഒരു കളിയെല്ലാം ആസ്വദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒഴിവ് സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ചിലവഴിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ പണ്ടത്തെയും ഇന്നത്തെയും കുട്ടിക്കാലത്തെ തമ്മിൽ താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനും പറയാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് അനുയോജ്യമായത് ഇതിൽ നിന്ന് എഴുതാവുന്നതാണ്. മറ്റൊരു ചോദ്യം, രാത്രിയുടെ നേരിയ തണുപ്പ് ആ നിരപരാധികളുടെ ദുരിതങ്ങൾക്കു മീതെ അവരെ തണുപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടന്നു. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ട് പോയി. ഈ വാക്യങ്ങളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ചർച്ച ചെയ്യൂ എന്നതാണ്. ഇവിടെ ഗ്രാമവാസികൾ നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനങ്ങളായിരുന്നു. നിരപരാധികളായ ജനങ്ങളുടെ ദുരിതങ്ങളും വേദനകളും മനസ്സിലാക്കിയിട്ടെന്ന പോലെ അവരുടെ സങ്കടങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇഴഞ്ഞു നടക്കുകയായിരുന്നു. രാത്രിയുടെ ആ നേരിയ തണുപ്പ് ദുരിതങ്ങൾ കൊണ്ട് ചൂടുപിടിച്ച ഗ്രാമവാസികളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ആശ്വാസമേകാൻ രാത്രിയുടെ തണുപ്പിന് കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഈ പ്രയോഗത്തിലൂടെ മനസ്സിലാക്കാം.
കമ്പനിയുടെ ചൂഷണങ്ങളിൽ നിന്നും കൊടിയ പീഡനങ്ങളിൽ നിന്നും രക്ഷ നേടാനായാണ് ഗ്രാമത്തിലെ നെയ്ത്തുകാർ തള്ളവിരലുകൾ മുറിച്ചു കളഞ്ഞത്. തള്ളവിരൽ നഷ്ടപ്പെട്ട ജനങ്ങൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ച് മറ്റു തൊഴിലുകൾ ചെയ്യേണ്ടി വന്നു. അവശേഷിച്ച വിരലുകളിൽ ജീവിതം ഒതുക്കി ഗ്രാമം മുന്നോട്ടു പോയി എന്ന വാക്യത്തിലൂടെ കമ്പനിയുടെ നിരന്തരമായ പീഡനം കാരണം സ്വന്തം തൊഴിലായ നെയ്ത്ത് ഉപേക്ഷിച്ചു ദുരിതങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക് കാണാം. കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതിന് പകരം ഇത്തരം പ്രയോഗത്തിലൂടെ ചുരുക്കി പറയുമ്പോൾ അവ നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഘടകങ്ങളും വാചകങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകുന്ന സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ കൊടിയ ദുഃഖത്തിലും നിരാശയിലുമാണെങ്കിലും വീട്ടിലെത്തിയ അപരിചിതന് അഭയം നൽകിയ സ്ത്രീ മനുഷ്യനന്മയുടെ ഉത്തമ മാതൃകയാണ്. ഗോവർദ്ധന് അവർ അഭയം നൽകി എന്നത് ഇതിന് ഉദാഹരണമാണ്. ആദ്യം ഭയന്നുവെങ്കിലും അവൾ അയാൾക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും നൽകി. ഭർത്താവ് നഷ്ടപ്പെട്ട സങ്കടത്തിലും അഭയാർത്ഥിയായി വന്ന ഗോവർദ്ധനെ അവർ സംരക്ഷിക്കുന്നു. കൊടിയ ദുരിതങ്ങൾക്കിടയിലും നന്മയുടെ കണിക അവളുടെ ഉള്ളിൽ കെടാതെ എരിയുന്നുണ്ട് എന്ന് നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വല്ല അനുഭവക്കുറിപ്പോ ആസ്വാദനക്കുറിപ്പ്, ഏതെങ്കിലും കവിത തന്നിട്ട് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറയാറുണ്ട്, താരതമ്യക്കുറിപ്പ് എഴുതാൻ പറയാറുണ്ട്, അഭിപ്രായക്കുറിപ്പ്, നിവേദനം, ഇതെല്ലാം എഴുതാൻ പറയാറുണ്ട്. കൂട്ടുകാർ അതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.